നമ്മുടെ കോൺഗ്രസിൻ്റെ വക്താവ് ഒറ്റല്ലേ ജയറാം രമേശ്, ബുദ്ധിജീവിയും സൈദ്ധാന്തികനുമാണ്. പക്ഷേ ഇപ്പോൾ ആ പണി പോകുന്നു. പിട്രോടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ അടിച്ച് ഫ്യൂസ് ആകാൻ സാധ്യതയുണ്ട് അല്ലേ? പിന്നല്ലേ. ഏതായാലും ഈ ജയറാം രമേശാണ് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവരിൽ ഒരാൾ. പക്ഷെ സമീപകാലത്ത് പുള്ളി എടുക്കുന്ന പല നിലപാടുകളും സംശയാസ്പദമാണ്. ഇപ്പോൾ റഷ്യയിൽ പുതിൻ പോയിരിക്കുന്നു, അല്ല പുതിനെ കാണാൻ മോദി പോയിരിക്കുന്നു. മോദിയുടെ പുടിനുമായുള്ള കൂട്ടിക്കാഴ്ച, റഷ്യൻ സന്ദർശനത്തെ വിമർശിക്കുകയാണ് ജയറാം രമേശ്. അതുപോലെ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് അദാനിയെ തകർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഉണ്ടാക്കിയെടുത്ത ഒരു കെട്ടുകഥയാണ്. എന്നിട്ട് വലിയ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ തകർക്കുക, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച തകർക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. വ്യക്തമായി നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയുന്നില്ല, നമ്മൾ നിലത്തൊട്ട് പറയുന്നുമുണ്ട്. അതിനകത്ത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനും ജയറാം രമേശിൻ്റെയും താല്പര്യങ്ങൾ എന്താ? അതിൽ ചൈനയ്ക്ക് അനുകൂലമായ താല്പര്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും ജയറാം രമേശിൻ്റെയും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിൻഡൻബർഗ് കമ്പനിക്ക് കഴിഞ്ഞ ദിവസം സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് ഓഹരി വിപണിയിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായാൽ അതൊക്കെ നിയന്ത്രിക്കാൻ അധികാരമുള്ള സ്ഥാപനമാണ് സെബി. സെബി ഹിൻഡൻബർഗിന് ഒരു റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് അയക്കാനുള്ള പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഈ ഓഹരി നിക്ഷേപകർക്ക് അതൊക്കെ നടത്തി കൊടുക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന മാർക്ക് കിങ്ഡൺ, അയാളാണ് ഈ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, അതൊരു മുറുക്കാൻകടയാണ് അമേരിക്കയിൽ. 2-3 ജീവനക്കാർ മാത്രമുള്ള അത്രയും തട്ടിക്കൂട്ട് സാധനം, പേരൊക്കെ ഗവൺമെന്റ് സാധനം തോന്നുന്നു. അതെ, അവരെ ഏൽപ്പിച്ചിട്ട് ഈ അദാനിക്കെതിരായ റിപ്പോർട്ട് ഈ കിങ്ഡൺ ഉണ്ടാക്കിയതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സെബി ഈ ഹിൻഡൻബർഗിന് ഷോക്കോസ് നോട്ടീസും ഒക്കെ അയച്ചിട്ടുണ്ട്, വിശദീകരണമൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മഹേഷ് ജെഠ്മലാനി മറ്റേ ട്വിറ്റർ പഴയ എക്സിലൊക്കെ എഴുതിയിട്ടുണ്ടായി. സാർ ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2ാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ ആരോപണം അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധം, അദാനിയെ സഹായിക്കുകയാണ്, രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അദാനിക്ക് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള അദാനി ഒരു ടാർഗറ്റായിരുന്നു. അദാനിയെ തകർത്ത് മറ്റു ചിലരെ വളർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരെയെന്ന് വ്യക്തമായി കഴിഞ്ഞു. അത് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ മോദിക്കും, പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചത് മോദിയെയും BJP-യാണ്. കുറേ പേരെങ്കിലുമൊക്കെ ഇതെന്തെങ്കിലും കാര്യമുണ്ടെന്ന് വിശ്വസിക്കും. കാരണം ഒരു നാരേറ്റീവ് തന്നെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പഴയ പഴമൊഴിയുണ്ടല്ലോ, തീയില്ലാതെ പുകയിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ കുറേ പേരെങ്കിലും വിശ്വസിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് മുഴുവൻ ഫേക്കാണെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയോ BJP-യുടെ ഭാഗത്തുനിന്ന് ചില ആളുകളൊക്കെ എക്സിൽ പോസ്റ്റ് ഇടുന്ന അല്ലാതെ ഒരു വലിയ തോതിലുള്ളൊരു പ്രസ്താവനയോ പത്രസമ്മേളനമോ ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. അത് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മറ്റേ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് മോദിയെപ്പോലെയോ അമിത്ഷായെ പോലെ ഉള്ള ഒരാൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കണ്ടേ? അതാണ് ഞാൻ വ്യക്തമാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നയതന്ത്ര പ്രശ്നങ്ങളുണ്ടാവും. അത് ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ താല്പര്യങ്ങളാണ് അതിൽ കയറി പ്രവർത്തിക്കുന്നത്. കാരണം ചൈനീസ് കമ്പനികൾ അന്താരാഷ്ട്ര തലത്തിൽ നേടുന്നു വിചാരിച്ചിരുന്ന പല കരാറുകളും ഉണ്ടല്ലോ, ആ കരാറുകളൊക്കെ അദാനി കൊണ്ടുപോകുന്നതിലുള്ള നീരസമാണ് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെയും കൂടി പുറകിൽ. അപ്പോൾ ഇവർ ചൈനാചാരന്മാരായിട്ട് നിൽക്കുവാണ് രാഹുൽ ഗാന്ധിയും ജയറാം രമേശ് ഒരു ചൈനാചാരനാണ് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഓക്കെ, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് ജനങ്ങളോട് പറയണ്ടേ? പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ പാർട്ടിയെങ്കിലും പറയണ്ടേ സാർ? സത്യത്തിൽ അങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞ് മോദി കുറേയും കൂടി ഒരു സ്ട്രെങ്ത് കാണിക്കണം. എന്താണ് നമ്മുടെ പുറകിൽ നിൽക്കുന്ന മറ്റേ NSA ഉണ്ടല്ലോ, ധോവലിനെയൊക്കെ പോലെ, അങ്ങനെയൊക്കെ എന്തും നമുക്ക് ചെയ്യാം. അദാനിയുടെ പുറകിൽ ചൈനയാണ് എങ്കിൽ അതൊക്കെ അങ്ങനെ തുറന്ന് പറയണം. അതെ, പക്ഷേ അത് അവിടെ ഒരു വീക്ക് പോയിന്റ് ഈ സർക്കാരിന് കഴിഞ്ഞ 10 വർഷക്കാലം മോദി സർക്കാരിൻ്റെ ഒരു വീക്ക് പോയിന്റ് ഞാൻ കണ്ടത് ഈ നാരേറ്റീവ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അതിനെ കൗണ്ടർ ചെയ്യുന്ന കാര്യത്തിൽ ദുർബലമാണ്. അതിപ്പോഴും 3ാം മോദി സർക്കാരിൻ്റെ തുടക്കത്തിൽ പോലും ഉണ്ടായ ഇഷ്യൂലും ഈ സോഷ്യൽ മീഡിയ
ആക്രമണങ്ങൾ നടത്തുന്നുണ്ടല്ലോ ഈ കോൺഗ്രസും ഇങ്ങനത്തെ ആളുകളും, അത് തന്നെ ചെറുക്കാനായിട്ടൊരു വലിയ സംവിധാനമൊന്നും അവരുടെ കയ്യിലില്ല. പലപ്പോഴും നമ്മളാണ് ഇതൊക്കെ അതെ അതെ നമ്മൾ മീൻസ് ABC മാത്രമൊന്നുമല്ല, നമ്മളെ പോലെയുള്ള സ്ഥാപനങ്ങളും വ്യക്തികളുമാണ്. അതെ, അല്ലാതെ സർക്കാരല്ല. സർക്കാർ പലതും പറയണം. അതെ, BJPയും കുറെ ഇന്റൻസീവായിട്ട് കുറച്ചുകൂടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ആകെ അതിൻ്റെ അകത്ത് IT സെല്ലിലെ അമിത് മാളവ്യ എന്ന് പറയുന്ന ആളാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ കാര്യമാണ്. ഈ കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം ജനുവരിയിലാണ് ഈ സംഭവം. അപ്പോൾ ഞാനിത് കുറച്ചുകൂടി പറയാം. ഇത് അപ്പോൾ ഇതിന് മുമ്പ് ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓഹരി വിപണിയിൽ ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം എന്താണെന്ന് പ്രേക്ഷകരോട് ലളിതമായിട്ട് പറയാം. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു കമ്പനി, ഉദാഹരണത്തിന് എവറെഡി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ ഷെയർ വില, ഓഹരിയുടെ വില കുറയും എന്ന് നമുക്ക് തോന്നിയിട്ട് അതെ, അത് പല സാഹചര്യങ്ങളും കൊണ്ട് നമ്മൾ ഷെയർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ വിപണിയിൽ. ഇത് ഇന്ന കാരണങ്ങളാൽ ഇത് കുറയാനുണ്ട് എന്ന് തോന്നിയിട്ട് നമ്മളിത് നമ്മളിത് വാങ്ങിക്കുന്ന ഒരു ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. സെക്യൂരിറ്റീസ്, കൊഡാക് സെക്യൂരിറ്റീസ്, വെഞ്ചൂറ സെക്യൂരിറ്റീസ്, ഇങ്ങനെ ബാങ്കുകൾക്കുണ്ട്, HSBC, ഇങ്ങനെ. ആ സെക്യൂരിറ്റീസിൽ നമ്മളൊരു ആദ്യം കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളവിടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങും. അങ്ങനെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അവരോട് പറഞ്ഞിട്ട് ഒക്കെയാണ് അവർ നമുക്കതിൻ്റെ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നിട്ടാണ് നമ്മൾ ഈ കച്ചവടമൊക്കെ ഓൺലൈനിലും കച്ചവടമൊക്കെ നടത്തുന്നത്. അവർ നമുക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ കടവും തരും, ഒരു ഗ്രേസ് പീരിയഡ്, ഒരാഴ്ച സെറ്റിൽ ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടമൊക്കെ തരും. അപ്പോൾ ഷോർട്ട് സെല്ലിങ്, നമ്മളിങ്ങനെ ഒരു കമ്പനി അതിൻ്റെ വില, ഓഹരി വില കുറയാൻ പോകുന്നു എന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ കുറേ വാങ്ങിക്കുന്നു. എന്നിട്ട് ആ കടം വാങ്ങുന്നത് നമ്മൾ വിൽക്കുന്നു. വിറ്റിട്ട് പിന്നീട് അന്ന് വിറ്റതിലും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ മേടിക്കുകയാണ്. കുറയാണല്ലോ പിന്നീട്. അപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, വാങ്ങിച്ചതും കുറഞ്ഞതും. അത് നമ്മൾ 5 പൈസ മുടക്കാതെയാണ് ആ ലാഭം നമുക്ക് കിട്ടുന്നത്, നമ്മൾ ആ ട്രേഡറിൽ നിന്ന് കടം മേടിച്ചിട്ട്. ഇതാണ് ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ പരിപാടി. ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ് ഇതിൻ്റെ അകത്ത് മാർക്ക് കിങ്ഡൺ എന്ന് പറഞ്ഞ ആൾ അദാനി ഓഹരികളിൽ ചെയ്തത്. അദാനി ഓഹരികളിൽ അയാളത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊഡാക് സെക്യൂരിറ്റീസ് ഇല്ലേ, ഇന്ത്യയുടെ തന്നെ, അവരെയും ഉപയോഗിച്ചു, ഈ ഹിൻഡൻബർഗിനെയും ഉപയോഗിച്ചു. അപ്പോൾ സെബി ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നതിൽ ഈ കിങ്ഡന് ഈ ഹിൻഡൻബർഗിന് അയച്ചിട്ടുള്ള ഇതിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഈ മാർക്ക് കിങ്ഡൺ എന്ന് പറഞ്ഞ ആൾ വാടകയ്ക്കെടുത്തതാണ് എന്നുള്ള വിവരമുണ്ട്. എന്താണ് നിങ്ങളുടെ വിശദീകരണം? ഈ കിങ്ഡൺ എന്ന് പറഞ്ഞ ആള് ഇടയ്ക്കൊരു സംശയിച്ചു കേട്ടെ, ഈ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ അമേരിക്കയിലെ മറ്റുള്ള കമ്പനിയല്ലേ, സെബി ചോദിച്ചാൽ അവൻ മറുപടി പറയേണ്ട. അതെ, അവരിത് ആ സംബന്ധമാണെന്ന് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചോദിച്ചു അതിൽ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് പുറത്തും വരുന്നുണ്ട്. അതാണ് നമ്മുടെ സൗകര്യം. അതെ. അപ്പോൾ കിങ്ഡൺ കൊഡാക്കിൻ്റെ രാജ്യാന്തര നിക്ഷേപ ഏജൻസിയെ സമീപിച്ചു. എന്നിട്ട് അവരൊരു ഓഫ് ഷോർ ഫണ്ട് അദാനി ഷെയർസ് വാങ്ങാനായിട്ട് ഫ്ലോട്ട് ചെയ്തു ഇയാൾക്ക് വേണ്ടി. കൊഡാക് ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അകത്ത് ഇയാൾ $43 മില്യൺ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തു. ഈ കിങ്ഡൺ ആ കൊഡാക്കിൻ്റെ ചുമ്മാ തുടങ്ങില്ലല്ലോ അവർ, ഒരാൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ തുടങ്ങി. ആ കൊഡാക് ഇന്ത്യ ഓപ്പർച്യൂണിറ്റി ഫണ്ട് കിയോഫ് എന്നറിയപ്പെടുന്നു. ആ കിയോഫിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഫണ്ട് വഴി അതിൽ ഇത്രയും നിക്ഷേപിച്ചല്ല, അപ്പോൾ കച്ചവടം നടത്താം. അതുവഴിയാണ് ഇയാൾ ഷോർട്ട് സെല്ലിംഗ് നടത്തിയത് അദാനി ഷെയർസിൽ. ആ ഷോർട്ട് സെല്ലിംഗ് നടത്തുന്നതിന് മുമ്പ്, അത് തൊട്ട് മുമ്പാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് അയാളെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ ഹിൻഡൻബർഗിന്. ഹിൻഡൻബർഗിൽ പോയിട്ട് ഇയാൾ നിങ്ങൾ അദാനിക്കെതിരെ എനിക്ക് ഷോർട്ട് സെല്ലിങ്ങിൽ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് 30% നിങ്ങൾക്ക് ഞാൻ തരാം, 25% അവസാനം കൊടുത്തുള്ളൂ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് കച്ചവടം ഉറപ്പിച്ചു. അങ്ങനെ പൈസ ഇട്ടു. അവർ ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞത് അദാനിക്കെതിരെ
പ്രസിദ്ധീകരിച്ചു. അദാനിയുടെ ഷെയർസ് കുറഞ്ഞു, കീഴ്പോട്ട് വന്നു. ഇയാൾ കച്ചവടത്തിന് വലിയ ലാഭം ഈ കിങ്ഡൺ ഉണ്ടാക്കി. ഇനിയുള്ള ഭാഗത്ത് കിങ്ഡന്റെ ഭാര്യയുടെ പേര് അൻല ചെങ്. അനില അൻല അനില ANLA അനില അൻല ചെങ് എന്നാണ്. ഇവർ ചൈനയ്ക്ക് വേണ്ടി ലോബി നടത്തുന്ന ഒരു സ്ത്രീയാണ്. ചൈനീസ് അമേരിക്കൻ ആണ് അൻല ചെങ്. ഇവർക്ക് ചില സ്ഥാപനങ്ങളുണ്ട് ഇതുപോലെ തന്നെ ഈ ഓഹരി മാർക്കറ്റിലൊക്കെ. സൈനോ സെഞ്ചുറി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ആണ് അവർ ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞ് SUP സുപ്പ് ചൈന എന്ന് പറഞ്ഞൊരു സ്ഥാപനം. സൈനോ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ തന്നെ ചൈന ആണല്ലോ. അതെ, മറ്റേതിലും സുപ്പ് ചൈന സ്ഥാപനത്തിൻ്റെ പേരിലൊക്കെ ചൈനയുണ്ട്. തുടങ്ങി. ഇത് US സെനറ്റർമാർ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ചൈനീസ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏജൻറ്റുമാരാണ് ഇതിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സെനറ്റ് അംഗങ്ങളൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഇവർ ഒരെണ്ണം, ഇവരുടെ സ്ഥാപനങ്ങളിൽ ഒരെണ്ണം പ്രോ ചൈന ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ അത്യാവശ്യമൊക്കെ അടച്ചുപൂട്ടിയ നിലയിലാണ്. ദ ചൈന പ്രോജക്റ്റ് എന്നുള്ള പേരിൽ ഈ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ പേര് മാറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ പേര് പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ ചൈന പ്രോജക്റ്റ് ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ സ്ത്രീയുമായി ഇന്ത്യയിൽ ഈ പറഞ്ഞ ലോബി ഉണ്ടല്ലോ, ജയറാം രമേശ്, രാഹുൽ ഗാന്ധി, ഇവർക്കൊക്കെ എന്താണ് ബന്ധം എന്ന് കഴിഞ്ഞ ദിവസം മഹേഷ് ജെഠ്മലാനിയും പിന്നെ S ഗുരുമൂർത്തി ഇല്ലേ, അവരും ചോദിച്ചിട്ടുണ്ട്. ഈ അൻല ചെങ്ങുമായിട്ട് ഇവർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ കൊഡാക്കുമായിട്ട് കിങ്ഡൺ എങ്ങനെ ബന്ധപ്പെട്ടു? അതൊരു ഇന്ത്യൻ കമ്പനിയാണല്ലോ. കൊഡാക്കിനെ കിങ്ഡണുമായിട്ട് ആര് ബന്ധിപ്പിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ബന്ധിപ്പിച്ചത് ജയറാം രമേശ് ആണെന്നാണ് മഹേഷ് ജെഠ്മലാനിയുടെ ആരോപണം. അങ്ങനെ അതിന് ഉപോത്ബലകമായി അപ്പോൾ ഗുരുമൂർത്തി, മഹേഷ് നിങ്ങളിത് ചെയ്തത് ശരിയായി, കാരണം ഇയാൾ മുമ്പ് മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ അയാൾ ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് എന്ന് ഗുരുമൂർത്തി പറഞ്ഞിരുന്നു. അത് ശരിയാണ്. ഞാൻ നോക്കിയപ്പോൾ 2010 ബെയ്ജിങ്ങിൽ പോയിട്ട് ജയറാം രമേശ് ഒരു പ്രസ്താവന ഇറക്കി. ഈ ഹൈഡ്രോ ഇതില്ലേ ജലവൈദ്യുത പദ്ധതികളിൽ മിടുക്കന്മാർ ചൈനക്കാരാണ്. അതുകൊണ്ട് അരുണാചൽ പ്രദേശിൽ നമ്മൾ സംയുക്ത ചൈനയും ഇന്ത്യയും ചേർന്ന് സംയുക്ത ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കണമെന്ന് ഇയാളുടെ പ്രസ്താവനയുണ്ട്. അത് നമുക്ക് ജയറാം രമേശിന്റെ, അന്ന് അയാൾ കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രിയാണ് അയാൾ. നമ്മൾ അരുണാചൽ പ്രദേശിലെ പറയുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ ചൈനയ്ക്ക് ഒരു സ്റ്റേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ആളാ. അപ്പോൾ രാജ്യദ്രോഹി ചൈനീസ് ചാനൽ തന്നെയാണ്. ഇത് ഗുരുമൂർത്തി പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിലെ റിപ്പോർട്ട് കിട്ടി. ഇയാളന്ന് 2010 പ്രസ്താവന ഇറക്കിയത്. ഇപ്പം നമ്മൾ 12 ജലവൈദ്യുത പദ്ധതികൾ അരുണാചൽ പ്രദേശിൽ ചൈനയുടേതാണെന്ന് പറയുന്ന ഭാഗത്ത്, അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. അത് ഈ ബജറ്റിൽ വരാൻ പോകുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. നമ്മുടെ അതിനുള്ള പൈസ നീക്കി വെക്കാം. ഏതായാലും ഇത് വളരെ എവിഡൻ്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതെ. എന്നിട്ട് അപ്പോൾ കോൺഗ്രസ്, ജയറാം രമേശ്, രാഹുൽ ഗാന്ധി, ഈ പ്രോ ചൈന ലോബി ആണ് ഈ കിങ്ഡൺ ഈ കൊഡാക്കുമായിട്ട് ബന്ധിപ്പിച്ചത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് വളരെ കാരണം ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങൾ നടത്തിയത്. എത്ര രാത്രികളിൽ അദാനിക്കെതിരെ കോട്ടിട്ട ചാനൽ ജഡ്ജിമാർ ചർച്ച ചെയ്യുകയും ആക്രോശിക്കുകയും വിധി പറയുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ വാർത്ത ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ കള്ളക്കളികൾ പുറത്തു വന്നപ്പോൾ ഒരു പത്രത്തിലും ഒരു ചാനലിലും വാർത്തയല്ല, ചർച്ചയല്ല. എന്തൊരു മാധ്യമ വ്യഭിചാരമാണ് അല്ലേ? ഇത് സത്യത്തിൽ ഇന്ത്യ വിറ്റൊരു സംഭവമാണിത്. അരുണാചലിൽ ചൈനയുടെ കൂടെ സംയുക്ത ജലവൈദ്യുത പദ്ധതി തുടങ്ങുന്ന ഒരാൾ വീണ്ടും ചൈന ലോബിയിസ്റ്റിന്, അമേരിക്കയിലൊരു ചൈന ലോബിയിസ്റ്റിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിയെ, ഇന്ത്യയെ വിറ്റുകൊണ്ടിരിക്കുകയാണ്.
ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയ്ക്കെതിരായ ചൈന പല കരാറുകളും ചൈനീസ് കമ്പനികൾ കിട്ടുന്ന ആഗോളതലത്തിൽ വിചാരിക്കുന്നത് മുഴുവൻ അദാനി കൊണ്ടുപോകണം. ജാഫ്നയിലെ കൽക്കരി ഖനി കരാറുകൾ, ഓസ്ട്രേലിയയിലെ ഗലീലി ബേസിൻ കരാറ്, ഹൈഫ പോർട്ട്, ഇസ്രയേലിലെ ഹൈഫ തുറമുഖം, ഈ കരാറൊക്കെ നേടി. ഇതിനൊക്കെ ബിഡ് ചെയ്തതാണ് ചൈനീസ് കമ്പനികൾ. ഇതൊന്നും തോൽപ്പിച്ചു. അത് ചൈനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അദാനിയെ തകർക്കണം എന്നുള്ളത് ആരുടെ താല്പര്യമാണ്? ചൈനയുടെ താല്പര്യമാണ്. ആ താല്പര്യത്തിൻ്റെ കൂടെയാണ് ഈ ജയറാം രമേശും രാഹുൽ ഗാന്ധിയും ഈ അദാനിക്കെതിരെ നിരന്തരം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അതാണ് സുനിൽ നേരത്തെ പറഞ്ഞപ്പോൾ മോദിയോ അമിത്ഷായോ ഇതിനെതിരെ ആഞ്ഞടിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഈ ചൈനയുടെ പങ്കും കൂടി പറയേണ്ടി വരും. ഏതായാലും നമ്മുടെ രാഹുൽ ഗാന്ധിക്കും ജയറാം രമേശിനുമൊക്കെ ചൈനീസ് വാപ്പമാരോട് വല്ലാത്ത പ്രിയമാണ്. അതെ.